അങ്ങനെ 2 ദിവസത്തെ ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് ഞങ്ങൾ തിരിച്ചു പോവാണ്. വേറൊന്നുമല്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മുംബൈയിൽ പോകാനുണ്ട്. പിന്നെ അതിനിടയിൽ അമ്മമ്മേനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു ബാംഗ്ലൂരിൽ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. രാത്രിയായിരുന്നു ബസ്. പിന്നെ ആകെ 2 ദിവസം കിട്ടിയല്ലോ, അതും ഫുള്ള് തിരക്കായിരുന്നു. വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തു പോയി. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഡേ ഇതേപോലെ തന്നെ പുറത്തു പോയി തിരിച്ചു വന്നു. വൈകുന്നേരം നടക്കാൻ പോയി. ആ ദിവസം കഴിഞ്ഞു. അന്നാണ് ഈ ബസ്സുള്ളത്. അങ്ങനെ മെജസ്റ്റിക്കായിരുന്നു ബസ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാനും അനിയനും ആണ് പോകുന്നത്. അപ്പം ഇതെൻ്റെ അമ്മേൻ്റെ സിസ്റ്ററും മോളും ഒക്കെയാണ്. അപ്പോൾ അവരെ ഞങ്ങൾ ഇറക്കാൻ വന്നതാണ്. എൻ്റെ ഫിയാൻസി നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയാണ് ബസ് ബുക്ക് ചെയ്തത്. അങ്ങനെ അവർ 2 പേരും മേലെ കിടന്നു, ഞാൻ താഴത്തതിൽ കിടന്നു. പിന്നെ കുറച്ച് ലൂഡോ ഒക്കെ കളിച്ചു. അപ്പോഴേക്ക് രാവിലെ ഇതാ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാൻ പോവാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു, വേറെ ഒന്നും നോക്കില്ല. അതിന് തൊട്ടടുത്ത് തന്നെ ബുഹാരി ഹോട്ടലിൽ കയറി. ഞാൻ വെള്ളപ്പം മുട്ടയും കഴിച്ചു. അവർ 2 പേരും എന്തോ ബീഫോ ചിക്കനോ എന്തോ ആണ് കഴിക്കണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്കുള്ള ബസ് കയറി. എൻ്റെ അനിയൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ബസ്സിൽ കയറുന്നത്. അങ്ങനെ ബസ്സിൽ കയറി ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ ഓട്ടോ വിളിച്ചു. ആളെ വഴിയിൽ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും മുംബൈയിൽ പോയി കഴിഞ്ഞാൽ. അങ്ങനെ വീടെത്താനായി ഗൈസ്. യെസ്, വീടെത്തി. ഇതാണ് എൻ്റെ വീട്. അങ്ങനെ എൻ്റെ വീടിനടുത്തുള്ള ആളാണത്. അപ്പോൾ അവൻ കണ്ടപ്പോൾ ഹായ് പറഞ്ഞതാണ്. പിന്നെ ഓട്ടോ ഒക്കെ ഇറങ്ങി വീട്ടിലെത്തി. വീട് കാണുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ.